പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരിക്കും. ചിത്ര ചേച്ചിയൊക്കെ 2 മണി 2:30 വരെയൊക്കെ നമ്മളൊന്നിച്ച് തമാശ പറഞ്ഞിരുന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ചേച്ചി ചോദിക്കും, "രാവിലെ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നത്? അപ്പോൾ എന്നെ കൂടെ വിളിക്കണേ" എന്ന്. അപ്പോൾ ആ സമയത്തും പിന്നെയും കോമഡി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളുടെ പാട്ടുകാരുടെ കൂട്ടത്തിലും ഓർക്കസ്ട്രക്കാരുടെ കൂട്ടത്തിലും എല്ലാവരുമായിട്ടും ഞാൻ പൊതുവെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ, നമ്മളെ പ്രവൃത്തികളിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മ്യൂസിക്കിലൂടെ ആണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആണെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ ആണെങ്കിലും എന്താണെങ്കിലും അതല്ലേ നല്ലത്. ഈ അടുത്താണ് സ്റ്റേജിൽ പാടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് സംസാരിച്ചതിൽ പലർക്കും ഈ മൈനസ് ട്രാക്ക്, പ്ലസ് ട്രാക്ക് എന്നൊക്കെ പറയുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ലാതെയാണ് കമന്റ് ബോക്സ് മുഴുവനും നിറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാവാതെ യുവമാർക്കൊക്കെ പൈസ കൊടുക്കുന്നത് ചുമ്മയാണ്, യുവമാർ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്ന, ചുണ്ടനൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ആ വിവാദം വരുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. എന്താണ് മൈനസ് ട്രാക്ക് എന്നും എന്താണ് പ്ലസ് എന്നും ഒക്കെ പറ്റിയിട്ടുള്ള ധാരണയില്ലായ്മ കമന്റ് ബോക്സിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എന്നെ വിളിച്ച ആളുകളോട് എൻ്റെ ആ ദിവസങ്ങളിൽ ഞാൻ സത്യത്തിൽ നല്ല തിരക്കായിരുന്നു. പല കാര്യങ്ങൾക്കായിട്ട് കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് 2-3 ദിവസം ഫുള്ള് ഫോൺ കോൾസ് ആണ്. ഇത് എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമ്മളോട് താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും പരിചയമില്ലാത്തവരും ഒക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാര്യം ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിച്ചത്, ഇല്ലേ? ഓർക്കസ്ട്ര വായിക്കുന്നവർക്കും മ്യൂസീഷ്യൻസിന്, ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്, മ്യൂസീഷ്യൻസിന് ഈ രംഗത്തുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചൊരു അജ്ഞതയുണ്ട്, സത്യമാണ്. ഈ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ ഗാനമേള കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിഞ്ഞുകൂടാ. അവർ പാട്ട് കേൾക്കാൻ വരുന്നു, നന്നായിട്ടിരിക്കണം, തെറ്റിപ്പോയാൽ തെറ്റി, അത്രേ ഉള്ളവർക്ക്. ഇത്തരം തെറ്റുകൾ കാലാകാലങ്ങളിലായിട്ട് എപ്പോഴും ലൈവ് പ്രോഗ്രാമിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും ഏത് പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ റിഹേഴ്സലിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ കൃത്യമായിട്ട് റിഹേഴ്സൽ നടത്തുകയും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കും സൗണ്ട് എഞ്ചിനീയേഴ്സിനും എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ കൃത്യമായിട്ട് റിഹേഴ്സൽ ചെയ്യുകയും ഫുൾ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ഇപ്പോഴും എത്ര പീസ് ഓർക്കസ്ട്ര കൂടുതൽ വയ്ക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ വയ്ക്കുകയും അത് തന്നെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടേതല്ലാത്ത ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പെർഫോം ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓർക്കസ്ട്രക്കാരൊക്കെ വിളിക്കുമല്ലോ. അതെല്ലാ പ്ലേബാക്ക് സിംഗേഴ്സിനെയും വിളിക്കാറുണ്ട്. ചില ആളുകൾ മാത്രം, നമ്മുടെ വളരെ സൂപ്പർ സീനിയേഴ്സ് മാത്രം അവർക്ക് സ്ഥിരമായിട്ടൊരു ഓർക്കസ്ട്ര ഉണ്ട്, ഞങ്ങളല്ലാതെ വരില്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റ് പല ആളുകളും, ഞാൻ ഉൾപ്പെടെ പല ആളുകളും നമ്മളെ വിളിക്കുന്ന ആളുകൾക്ക് മാക്സിമം സഹകരിക്കാൻ നോക്കും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയും, നമുക്ക് റിഹേഴ്സൽ എന്നുള്ളത് മസ്റ്റാണ്, ഞാൻ വരാം, നമുക്ക് എല്ലാ പാട്ടുകളും നോക്കണം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമ്മൾക്കെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഗാനമേളകൾ കുറവാണ്. 3-4 ഗാനമേള ഉണ്ടെങ്കിൽ മാക്സിമം അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ റെക്കോർഡിങ്സും മറ്റ് ചാനൽ ഷൂട്ട് അങ്ങനെയൊക്കെ അല്ലേ പോകുന്നത്. ഈ ഗാനമേള ട്രൂപ്പുകളോട് സഹകരിക്കും പലപ്പോഴും ഇവർക്ക് എല്ലാ ദിവസവും പരിപാടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ സമയം കിട്ടില്ല. നമ്മൾ പാടുന്ന പാട്ടുകളല്ല പൊതുവെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിൽ പാടുന്നത്. ഇപ്പോഴത്തെ ഗാനമേള എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ചുകൂടി റിതമിക്കായ പാട്ടുകൾ അല്ലെങ്കിൽ പുതിയ കാലത്തെ ട്രെൻഡിങ് പാട്ടുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സമയമില്ല. ഞാൻ 3 ദിവസം മാറ്റി വെച്ച് റിഹേഴ്സലിന് 3 ഡേറ്റ് ഞാൻ വീണ്ടും പറഞ്ഞപ്പോഴും ഓർക്കസ്ട്രയ്ക്ക് അവർക്ക് സമയമില്ലെന്ന് ഞാൻ അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയില്ല. കാര്യം അവർക്ക് ഇഷ്ടംപോലെ പരിപാടികളാണ്. അപ്പോൾ അവർക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പം നമ്മളൊരു വിശ്വാസമാണ് സ്റ്റേജിൽ ഓക്കെ ആയിക്കോളും എന്ന്. പക്ഷേ ഓക്കെ ആയില്ല. അപ്പോൾ അതൊരു ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാലോ അത് മാനേജ് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യവും ഒരു പെട്ടെന്നുള്ളൊരു എന്താ പറയുക ക്വിക്ക് റിയാക്ഷൻ എന്ന് പറയില്ലേ, പെട്ടെന്ന് അതിലേക്ക്. പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ കുറവുണ്ടായിട്ടുണ്ട്. അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാര്യം അവർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അവരെല്ലാ ദിവസവും മറ്റു പരിപാടികളായിട്ട് പോകുന്ന ഈ പാട്ടുകളൊന്നും അവർ വായിക്കുന്നതല്ല. അപ്പോൾ ഒരു ട്രാക്കിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വായിക്കാവുന്നതാണല്ലോ. പക്ഷെ ആ സപ്പോർട്ട് ചെയ്ത് വായിക്കുന്നതിന് അവർക്ക് അത് പ്രിപ്പയർഡ് അല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അത് ഓർക്കസ്ട്ര പ്ലേയേഴ്സിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ മ്യൂസിക്കിനെ കുറിച്ച് ധാരണയുള്ളവർക്കറിയാം. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുക, അവർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. ഇവരാരും എന്നോട് ശത്രുതയുള്ളവരൊന്നും അല്ല ഈ ജനങ്ങൾ എന്ന് പറയുന്നത്. അവർക്കെല്ലാവർക്കും പലരും വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളിൽ നിന്ന് പെർഫെക്റ്റായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു കലാകാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് തെറ്റ് വരുമ്പോഴും അവർ വിമർശിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങളുടെ വിമർശനങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന കാര്യം, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ നമ്മൾ നോക്കും. പക്ഷെ അത് എൻ്റേതല്ലാത്ത കുറ്റമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ചുമ്മാതെ വിവാദം ഉണ്ടാക്കുകയും നമ്മളെ ഇങ്ങനെ കുത്തി നോക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം ഇത് കാര്യമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറയാനാണ്, അവർക്ക്
അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്താണ് അവർക്ക് ലാഭം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പം കൂടുതൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ കലാകാരന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഉണ്ട് ഈ പേജസ് ഇല്ലേ, ചില അതെ, അതെ, അതെ. പേജസിന് കൂടുതൽ റീച്ച് കിട്ടുകയും അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമായിരിക്കും. പക്ഷേ ഞാനിതിനെ കാണുന്നത്, ഞാൻ എല്ലാ കാലത്തും 100% ആത്മാർത്ഥതയോടുകൂടി ഓരോ സംഗീത പരിപാടിയെ സമീപിക്കുന്ന ആളാണ്. ഈ പാട്ടുകളൊക്കെ തന്നെയും ഞാൻ ഇത് ഇറങ്ങിയ കാലം മുതലേ, ഏകദേശം 30 വർഷത്തിന് മുമ്പ് മുതലേ ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നും ഇന്നും എത്ര അസുഖമുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനൊക്കെ അറിയാം. പ്ലസ് ട്രാക്ക് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സ് ആരോട് ഞാൻ പറയാൻ ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. വളരെ ശബ്ദം വയ്യാത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് പാട്ടിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പം ശബ്ദത്തിൽ ഇടർച്ചയോ സ്ക്രാച്ചസോ ഒക്കെ വരാം. അതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമാണ്. അതല്ല, പക്ഷെ ഒരു മിസ്റ്റേക്കുള്ള ഒരു പോർഷൻ മാത്രം എടുത്ത് വെച്ചിട്ട് കാണിക്കുമ്പോൾ ഇതിൻ്റെ എത്രയോ നല്ലവണ്ണം പാടിയ പാട്ടുകൾ എത്രയോ തവണ പലയിടത്തും സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അതൊന്നും ആരും എടുത്ത് ഷെയർ ചെയ്ത് അഭിനന്ദിച്ച് ഞാൻ കാണുന്നില്ല, ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ സ്വാഭാവികമാണത്. അപ്പം അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ ഇതിന്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വളരെ സീരിയസ് ആയിട്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, അടുത്തൊരു സംഗീത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ആളുകൾ ഇതൊക്കെ നമ്മളുടെ സത്യസന്ധത എല്ലാ കാലത്തും അത് നമ്മൾ തന്നെ തെളിയിച്ചെടുക്കേണ്ടതാണ്. അത് ഇതുവരെ ആളുകൾക്ക് അറിയാം, ഇതുവരെയുള്ള ആൾക്ക്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാവും. കാര്യം ഞാൻ മരിക്കുന്നവരെയും സ്റ്റേജിൽ പ്ലസ് ട്രാക്ക് ഇടാതെ എൻ്റെ ഉള്ള ശബ്ദം കൊണ്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് മതി. അത് ഇത്തിരി മോശമാണെങ്കിലും അങ്ങനെ തന്നെ പാടുള്ളൂ. നമ്മളിതേ ഒരു ട്രാക്ക് കൂടാതെ വീണ്ടും ഗാനമേള അനുകരിക്കാൻ പോവാണ്. രാമകഥ തന്നെ പാടണമെന്നില്ല, പ്രമദവനം പാടിയാലും മതി. അതെ, ആരാമത് പാടാം, കുഴപ്പമൊന്നുമില്ല. ആ ആ ആ രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സാഗീതം പാടുകയായി ഹേ രാമാ, കാതരയാം ശാരികയായി സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ചെമ്പപ്പൂങ്കാട്ടിലെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ടൂട്ടു ഒരു ശബ്ദമുണ്ട്. യൂറോപ്പിലുള്ള ഏതോ ഒരു കിളിയാണ് ആ ടൂട്ടു. ഇളവന്നൂർ മഠത്തിലെ കുയിലേ എന്നൊരാൾ ചെയ്യുമ്പം താരകരൂപിണി എന്ന് വേറൊരാൾ ചെയ്യും. വളരെ ആരോഗ്യകരമായ ഒരു മത്സരം സംഗീത സംവിധായകർ തമ്മിൽ ഈ രാഗത്തിൽ പാട്ടുണ്ടാക്കുന്നതിലുണ്ടായിരുന്നു.